നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻസുകളെ കുറിച്ചാണ്. അപ്പോൾ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടുന്ന മീഡിയം. ഈ ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൻ്റെ സർഫസുകൾ സ്പെറിക്കലായിരിക്കും. സ്പെറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പിയർ കിട്ടും. അപ്പോൾ ഈ ലെൻസുകൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ലെൻസുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് കോൺവെക്സ് ലെൻസും രണ്ട് കോൺകേവ് ലെൻസും. അപ്പോൾ കോൺവെക്സ് ലെൻസ് എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിന് എങ്ങനെ സ്പെറിക്കൽ സർഫസ് വരുന്നത്? എന്നിട്ട് ഈ ഒരു സർഫസ് നോക്കുക. ഇതിങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്പിയർ കിട്ടും. അതുപോലെ ഈ സർഫസ് ആണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പിയർ കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ലെൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ലെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ബൗണ്ടഡ് ബൈ സ്പെറിക്കൽ സർഫസ്. ഇനി രണ്ടാമത്തെ ലെൻസാണ് കോൺകേവ് ലെൻസ്. അത് നോക്കാം. കോൺകേവ് ലെൻസ് ഇതിൻ്റെയും നമ്മളിങ്ങനെ ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പിയർ കിട്ടും, ഈ ഒരു സൈഡ് ജോയിൻ ചെയ്താലും സ്പിയർ കിട്ടും. അതുകൊണ്ട് ഇതിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കാം? ലെൻസായിട്ട് കണക്കാക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ലെൻസുകൾ പഠിക്കാനായി, കോൺവെക്സും കോൺകേവും. ഇനി ഇതിൻ്റെ കുറച്ച് പാർട്സ് നോക്കാം. ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഇതൊക്കെ. ഒന്ന് ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസിൻ്റെ സെൻട്രൽ പോയിൻറ്റ്, സെൻറ്റർ ഓഫ് എ ലെൻസ്. അതുപോലെ ഈ ലെൻസിൻ്റെ ആണെങ്കിൽ ഈ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇമാജിനറി സ്പിയർ ഇവിടെ വരച്ചു. ഈ ലെൻസിൻ്റെ സർഫസിൻ്റെ പാർട്ടായിട്ട് വരുന്ന രണ്ട് സ്പിയർ നമ്മൾ വരച്ചു. ഈ രണ്ട് സ്പിയറിൻ്റെയും സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. രണ്ടെണ്ണം ഉണ്ട്, C1 C2 എന്ന് വിളിക്കാം. രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ ഏതൊരു ലെൻസിനും ഉണ്ട്. ഇതിൻ്റെ കേസിലാണെങ്കിലും ഇവിടെ നമ്മൾ സ്പിയർ വരച്ചു, അതിനൊരു സെൻറ്റർ ഉണ്ട്, അതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ സ്പിയറിന് ഒരു സെൻറ്റർ ഉണ്ട്, ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇതേ സാധനത്തിൻ്റെ തന്നെ, അതായത് നമ്മുടെ ഇമാജിനറി സ്പിയറിൻ്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഡിയസ് ഓഫ് ദി സ്പിയർ ഇൻ വിച്ച് ദ സർഫസ് ഓഫ് ദി ലെൻസ് ഈസ് എ പാർട്ട്. സെൻറ്റർ ഓഫ് കർവേച്ചറോ ഇറ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ദി സ്പിയർ ഇൻ വിച്ച് ദ സർഫസ് ഓഫ് ദി ലെൻസ് ഈസ് എ പാർട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ് അല്ല, പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചറിനെയും ഒപ്റ്റിക് സെൻറ്ററിനെയും P എന്നോ O എന്നോ വിളിക്കാം. ജോയിൻ ചെയ്ത് കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആണെങ്കിലും പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പൽ ഫോക്കസ് വരുമ്പോൾ നമ്മൾ കോൺവെക്സിനും കോൺകേവിനും രണ്ടായിട്ട് പറയണം, നോക്കാം. ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ മറ്റൊരു പേര് വിളിക്കും കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കും. അതാണ് കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കും. അങ്ങനെ കോൺകേവ് ലെൻസിനെയോ ഡൈവേർജിങ് ലെൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് പാരലാവണം, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസായിട്ട് ക്ലോസ് ആയിട്ട് വരണം, ഒരുപാട് ദൂരെ ആവരുത്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന, ഞാനിപ്പം രണ്ട് ലൈറ്റ് റേയെ വരയ്ക്കുന്നുള്ളൂ. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ്. ഇവിടെ ലെൻസിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്, റിഫ്രാക്ഷനാണ്, റിഫ്ലക്ഷൻ അല്ല. റിഫ്ലക്ഷൻ നടക്കുന്ന മിററിലും റിഫ്രാക്ഷനാണ് ലെൻസിൽ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതൊന്ന് ചരിയും, റിഫ്രാക്ഷൻ നടക്കും, ഇതിലെ കൂടെ കടന്നു പോകും. ഈ ലൈറ്റ് റേക്കും റിഫ്രാക്ഷൻ നടന്ന് ഇതിലേക്ക് കൂടെ കടന്നു പോകും. ഇവിടെ വെച്ചൊരു കൂട്ടിമുട്ടി, ഇപ്പോൾ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇവിടെ വെച്ചൊരു മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിലൊരു പോയിൻ്റാണ് അറ്റ് വിച്ച് ദ ലൈറ്റ് റേസ് ഫോളിങ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് മീറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അതായത് ഈ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിൻ്റാണ്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടും ക്ലോസ് ആയിട്ടും വരുന്ന ലൈറ്റ് റേസ്
റിഫ്രാക്ഷന് ശേഷം കൂട്ടിമുട്ടുന്നു. ആ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എഫ് കൊണ്ടാണ്, വലിയ അക്ഷരം എഫ് കൊണ്ടാണ്. ഇനി ഒരു സ്മോൾ ലെറ്റർ എഫ് വരുന്നുണ്ട്. സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. സ്മോൾ ലെറ്റർ എഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഒപ്റ്റിക് സെൻറ്റർ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഇനി ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ഇക്വേഷൻ കൂടെ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ക്യാപിറ്റൽ ആർ ആണ്. ഈ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള ബന്ധം R is equal to 2f ആയിരിക്കും. അതായത് ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കുമ്പം ആവശ്യം വരും. ഓക്കെ, ഇനി നമുക്കൊരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു കോൺകേവ് ലെൻസ് കാണുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡൈവേർജിങ് ലെൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ അകത്തി വിടുകയാണ്. നോക്കാം, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേസ്. ഇവിടെ ഡെഫിനേഷനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടും ക്ലോസ് ആയിട്ടും വരുന്ന ലൈറ്റ് റേ. ഇവിടെ വ്യത്യാസം വരുന്നത് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഡൈവേർജ് ചെയ്ത് പോകും, ദൂരേക്ക് പോകും. അടുക്കുന്നതിന് പകരം അകലേക്ക് വിടുന്നു, ദൂരേക്ക് വിടുന്നു. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ഒരാളിന്, ഇവിടെ ഇപ്പോൾ ഒരാൾ നിൽക്കുകയെന്ന് വെച്ചോ, അയാൾക്ക് തോന്നും ഈ ലൈറ്റ് റേ ഇവിടെ ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നും. യഥാർത്ഥത്തിലല്ല, തോന്നുന്നു. അതുപോലെ ഈ ലൈറ്റ് റേ ഇവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് തോന്നും? ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. അങ്ങനെ ഈ തോന്നുന്ന ഇമാജിനറി പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ് ഫ്രം വിച്ച് ദ ലൈറ്റ് റേസ് ഫോളിങ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് appear to diverge from. ഇപ്പോൾ ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അടുത്തത് റേ ഡയഗ്രംസ് ആണ്. നമ്മൾ മിററിന് പഠിച്ച പോലെ തന്നെ ഇതിനും കുറച്ച് റേ ഡയഗ്രംസ് ഉണ്ട്, നോക്കാം. ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയും, അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഒന്നാമത്തെ നോക്കാം. ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടൊരു ലൈറ്റ് റേ വരികയാണ്. പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ എന്ത് സംഭവിക്കും? ഫോക്കസ് കൂടെ കടന്നു പോകും. ഒരെണ്ണം കഴിഞ്ഞു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഒരെണ്ണം കഴിഞ്ഞു. 2. രണ്ടാമത്തത് ഫോക്കസിൽ കൂടെ ലൈറ്റ് റേ വരികയാണെന്ന് വെച്ചോ, എന്ത് സംഭവിക്കുമായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പാരലലായിട്ട് വന്നപ്പോൾ ഫോക്കസിൽ കൂടെ പോയി, ഫോക്കസിൽ കൂടെ വന്നപ്പം പാരലലായിട്ട് പോയി. മൂന്നാമത്തത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഒരു ലൈറ്റ് റേ വരികയാണ്. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഈ ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കത്തില്ല. നേരെ എങ്ങനെയാണോ വന്നത് അതേ രീതിയിലും കടന്നു പോയിക്കോളും. തിരിച്ചു വരെയല്ല, അതേ രീതിയിൽ കടന്നു പോകും. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കത്തില്ല? അതിൻ്റെ ഡീവിയേഷൻ സംഭവിക്കത്തില്ല. ഈ 3 വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് എത്ര വലിയ റേ ഡയഗ്രാം വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. ഇതുപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ ഉണ്ട്, നോക്കാം. അതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ, നേരത്തെ പറഞ്ഞതാണ് ഒരു ലെൻസിന് എത്ര ഫോക്കസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? 2 ഉണ്ട്. റൈറ്റ് സൈഡിലും കാണും, ലെഫ്റ്റ് സൈഡിലും കാണും. മിററിനെ സംബന്ധിച്ച് ഓരോന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ എടുക്കാൻ പോവാണ്. കോൺകേവ് ലെൻസിന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ എടുക്കുന്നു. എങ്ങോട്ട് പോകും? ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷേ എവിടെ നിന്ന് വരുന്നതായിട്ടാണ് തോന്നുന്നത്? ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. ഓക്കെ, ഫോക്കസിൽ നിന്ന് വരുന്ന രീതിയിൽ ഡൈവേർജ് ചെയ്ത് പോകും. ഒരെണ്ണം കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത്
ഫോക്കസിലേക്ക് പോകാൻ വേണ്ടി വരികയാണ്. ഈ പോകുന്ന പോക്കുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും? ഇത് ഫോക്കസിലേക്ക് പോയേനെ. ഇവിടെ നമ്മൾ ഡോട്ടഡേ വരയ്ക്കുള്ളൂ. ഈ ഇമാജിനറി ലൈൻസ് എല്ലാം ഡോട്ടഡേ വരയ്ക്കാവുള്ളൂ. അപ്പോൾ ഫോക്കസിലേക്ക് പോയേനെ. പക്ഷേ ഫോക്കസിലേക്ക് പോകത്തില്ല. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് പാരലലായിട്ട് അങ്ങ് പോകും. ഇവിടെ എത്തിയിട്ട് റിഫ്രാക്ഷൻ നടന്നിട്ട് അത് പാരലലായിട്ട് പോകും. ഓക്കെ, ഇനി മൂന്നാമത്തെ ലാസ്റ്റ് വൺ. ഇവിടെ നമ്മൾ കോൺവെക്സിന് പറഞ്ഞ അതേ രീതി തന്നെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരുന്ന ലൈറ്റ് റേക്ക് യാതൊരു ഡീവിയേഷൻ സംഭവിക്കാതെ അങ്ങ് കടന്നു പോകും. ഇതാണ് കോൺകേവ് ലെൻസിൻ്റെ റേ ഡയഗ്രാംസ്. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ പഠിക്കണം. കോൺകേവിൻ്റെ ഉണ്ട്, കോൺവെക്സിൻ്റെ ഉണ്ട്. അതിലേക്ക് കിടക്കാം. ഒന്നാമത്തത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഇരിക്കുന്ന ഒബ്ജക്റ്റ് നമ്മുടെ മിററിൻ്റെ റേ ഡയഗ്രാം പറഞ്ഞ പോലെ തന്നെ. മിറർ ഡയഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഉണ്ടത് പോയി കാണാം. പിന്നെ അപ്പം ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ദൂരെ ഇരിക്കുന്നൊരു ഒബ്ജക്റ്റ്, അതിൽ നിന്ന് നമ്മൾ ദൂരെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വയ്ക്കാം. പ്രിൻസിപ്പൽ ആക്സിസിൽ വയ്ക്കരുതെന്നേ ഉള്ളൂ, ദൂരെ മാറ്റി വയ്ക്കാം. ഇവിടെ നിന്ന് കുറച്ച് ലൈറ്റ് റേസ് ഇങ്ങനെ വരികയാണ്. 2 എണ്ണം വരച്ചാൽ മതി. പാരലായിട്ടൊരെണ്ണം വരുന്നു, ഇവിടെയും പാരലായിട്ട് വരുന്നു. എങ്ങോട്ട് പോവും? ഈ ലൈറ്റ് റേ ഫോക്കസിൽ കൂടെ പോവും, ഈ ലൈറ്റ് റേയും ഫോക്കസിൽ കൂടെ പോവും. വളയരുത്, ഒടിയുകയും ചെയ്യുള്ളൂ. എവിടെ വെച്ചൊരു കൂട്ടിമുട്ടിയ ഫോക്കസ് വെച്ചല്ലേ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇമേജ് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ടായാൽ നമ്മൾ എന്ത് വിളിക്കും? റിയൽ ഇമേജ് എന്ന് വിളിക്കും. ഇനി ഇത് നമുക്ക് വലിപ്പം പോലും കാണാൻ പറ്റത്തില്ല. ഒരു പോയിൻറ്റ് സൈസിലാണ് കാണാമെന്ന് വിശ്വസിക്കുന്ന ബോർഡിനകത്തല്ലേ. അപ്പം പോയിൻറ്റ് സൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കും? ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ മങ്ങിയതെന്ന് വിളിക്കും. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ റിയൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ ആരോട് വരും? ഇൻവേർട്ടഡ് വരും. അപ്പോൾ റിയൽ, ഇൻവേർട്ടഡ്, ഹൈലി ഡിമിനിഷ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ പോയിൻ്റ് സൈസ്ഡ് എന്ന് എഴുതാം. ഇപ്പോൾ രണ്ടാമത്തെ നോക്കാം. ഇവിടെ ഞാൻ സിക്ക് പകരം എഴുതുന്നത് 2f1 എന്നും 2f2 എന്നും, C1 C2ന് പകരം 2f1 എന്നും 2f2 എന്നും സെയിം പോയിൻറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ബിയോണ്ട് 2f അല്ലെങ്കിൽ ബിയോണ്ട് 2f1, നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും എപ്പോഴും ഒബ്ജക്റ്റ് വയ്ക്കുന്ന ഒരു കൺവെൻഷനാണ്. അപ്പോൾ നമ്മൾ ബിയോണ്ട് 2f1ന് മുൻപ് വയ്ക്കുന്നു. എങ്ങോട്ട് വരാം? 2f1 ഇവിടെ ആണ്. അതിന് മുൻപ് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒബ്ജക്റ്റ് വയ്ക്കാം. ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ റൂൾസ് എല്ലാം മിററിൻ്റെ പോലെ തന്നെയാണ്. ആരോ മാർക്ക് മുകളിലേക്ക് ഇടണം. പ്രിൻസിപ്പൽ ആക്സിന് മുകളിലായതുകൊണ്ട് ആരോ മാർക്ക് മുകളിലേക്ക് ഇടണം. ഇവിടെ നിന്ന് പാരലായിട്ട് ലൈറ്റ് റേ വരുന്നു. എന്ത് സംഭവിക്കും? ഫോക്കസിൽ കൂടെ കടന്നു പോകും. രണ്ടാമത്തെ ലൈറ്റ് റേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒപ്റ്റിക് സെൻറ്ററിനകത്തുള്ള ലൈറ്റ് റേ ആണ്. ഇതിങ്ങനെ അങ്ങ് കടന്നുപോയി. എവിടെ വെച്ച് കൂട്ടിമുട്ടി? ഇവിടെ വെച്ചല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ മുകളിലേക്ക് ലൈറ്റ് റേ വരയ്ക്കണം. ഒരു എന്താ പറയുക, ലൈൻ വരയ്ക്കണം. ആരോ മാർക്ക് താഴേക്ക് കൊടുക്കണം. ആരോ മാർക്ക് താഴേക്ക് കൊടുക്കാനുള്ള കാരണം പ്രിൻസിപ്പൽ ആക്സിന് താഴെ വെച്ചാണ് ഇവർ കൂട്ടിമുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്. ഈ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റ് ഫോംഡ് ബിറ്റ്വീൻ f2 ആൻഡ് 2f2. f2നും 2f2നും ഇടയ്ക്കാണ്. അടുത്തത് റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. എന്തുകൊണ്ടത്? തലതിരിഞ്ഞ് നിൽക്കുന്ന പ്രിൻസിപ്പൽ ആക്സിന് താഴെ നിൽക്കുന്നത്. അതുകൊണ്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കുക, സ്മോളർ ദാൻ ദി ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ചില കേസുകളൊക്കെ ഡിമിനിഷ്ഡ് എന്ന് എഴുതി കാണാറുണ്ട്, തെറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തത് ഒബ്ജക്റ്റ് അറ്റ് 2f1. 2f1ൽ വെക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ ഒബ്ജക്റ്റ് കൊണ്ട് വെക്കണം. നമ്മൾ ആ പഠിച്ചൊരു 3 റേ ഉണ്ടല്ലോ, ആ 3 റേ വെച്ചാണ് നമ്മൾ കംപ്ലീറ്റ് റേ ഡയഗ്രാം വരയ്ക്കുന്നത്. ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പം 2f1ൽ നമുക്ക് ഒബ്ജക്റ്റ് വയ്ക്കാം. വെച്ചു, ഒബ്ജക്റ്റ് എന്ന് പേരൊക്കെ കൊടുത്തു. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈറ്റ് റേ വരുന്നു, പാരലായിട്ട് വരുന്നു. എങ്ങോട്ട് പോകും? ഫോക്കസിൽ കൂടെ പോകും. ഫോക്കസിൽ കൂടെ പോയി. രണ്ടാമത്തത് എവിടെയാണ്? ഒപ്റ്റിക് സെൻറ്ററിനകത്തൂടെ പോകുന്നു. ഈ ഒപ്റ്റിക് സെൻറ്ററിനകത്തൂടെ തന്നെ അത് കടന്നുപോയി. ഇവിടെ വെച്ചാണ് അവർ കൂട്ടിമുട്ടിയത്. ഈ കൂട്ടിമുട്ടിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലേക്കൊരു വര വരയ്ക്കണം. എവിടെ വന്നു? ആരോ മാർക്ക് താഴെ കൊടുക്കുക, ഇമേജ് എന്ന് പേരും കൊടുത്തു, IM എന്ന് പേരും കൊടുത്ത് ഇമേജ് കൊടുത്തു അല്ലേ. അപ്പോൾ എവിടെ വെച്ചാൽ കൂട്ടിമുട്ടിയത്? 2f2ൽ വെച്ചിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടിയത് കൊണ്ടത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, പ്രിൻസിപ്പൽ ആക്സിന് താഴെ വെച്ചിട്ടാണ്. ഓക്കെ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പിന്നെന്താണ്? പൊസിഷൻ ഓഫ് ഇമേജ് എവിടെ? 2f2 ആണ്. പിന്നെ ഇതിൻ്റെ വലിപ്പം നോക്കുക. ഒബ്ജക്റ്റിൻ്റെ സെയിം വലിപ്പം തന്നെ ആയിരിക്കും ഇമേജിന്. ഇത് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരേ പോയിന്റിലല്ലേ,
അതുകൊണ്ട് ഒരേ വലിപ്പമാണെന്ന് ആലോചിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വലിപ്പം കുറവും റൈറ്റിലോട്ട് പോകുന്നതോറും കൂടിയാണ് വരുന്നത്. അടുത്ത് നമുക്ക് വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നാലാമത്തെ നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വയ്ക്കാൻ പോകുന്നു? F1-നും 2F1-നും ഇടയ്ക്ക് വയ്ക്കാൻ പോകുന്നു. കുറച്ചുകൂടെ മുന്നിലോട്ട് നീക്കുന്നു. നോക്കാം. ഒരു ഒബ്ജക്റ്റ് വയ്ക്കുന്നു F1-നും 2F1-നും ഇടയ്ക്ക്. ഒബ്ജക്റ്റ് എന്ന് പേര് കൊടുത്തു. ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ പോകുന്നു, അല്ലെങ്കിൽ ലൈറ്ററായി പോകുന്നു. ഇത് ഫോക്കസിൽ കൂടെ പോകുന്നു അല്ലേ. രണ്ടാമത്തത് ഒപ്റ്റിക് സെൻറ്ററിനകത്തൂടെ പോകുന്നു. ഇവിടെ വെച്ചവർ കൂട്ടിമുട്ടുന്നു. ആരോ മാർക്ക് ഇടാൻ മറക്കരുത്. ഇവിടെ വെച്ചവർ കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടുന്നുണ്ട് നമ്മൾ നേരെ മുകളിലോട്ട് വരയ്ക്കും. ആരോ മാർക്ക് താഴെ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണ്? ബിയോണ്ട് 2F2. 2F2-നും അപ്പുറത്താണ്. പിന്നോ റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. അതുപോലെ ഇതിനേക്കാൾ വലുതാണ്, ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമ്മൾ ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ് എന്നോ മാഗ്നിഫൈഡ് എന്നോ പറയും. ഓക്കെ, ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്, മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്, എൻലാർജ്ഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കാൻ പോകുന്നത് F1-ലാണ്. കുറച്ചുകൂടെ മുന്നിലേക്ക് നീക്കി F1-ൽ വയ്ക്കാൻ പോകണം. F1-ൽ വെച്ചു. ഒബ്ജക്റ്റ് എന്ന് പേരും കൊടുത്തു. ഇവിടുന്ന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്ററായി വരുന്നു. ഇതെങ്ങോട്ട് പോവും? ഫോക്കസിൽ കൂടെ പോവും, F2-ൽ കൂടെ പോവും. രണ്ടാമത്തത് ഒപ്റ്റിക് സെൻറ്ററിനകത്തൂടെ പോകുന്നു. ഇവരിങ്ങനെ കടന്നു പോകും. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുകയാണ് ഇൻഫിനിറ്റിയിൽ കൂട്ടിമുട്ടിയേക്കാം. അതുകൊണ്ട് രണ്ട് രീതിയിൽ തന്നെ ആൻസർ എഴുതാം. പൊസിഷൻ ഓഫ് ഇമേജ് ചോദിക്കുമ്പോൾ നോ ഇമേജ് ഫോംഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, ഇപ്പം നമ്മൾ അറ്റ് ഇൻഫിനിറ്റി പറയുകയാണെങ്കിൽ ഹൈലി മാഗ്നിഫൈഡ് എന്നോ ഹൈലി എൻലാർജ്ഡ് എന്നോ പറയാം. നോ ഇമേജ് പറയുകയാണെങ്കിൽ ആ പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി ലാസ്റ്റത്തേക്ക് പോകാം. കോൺവെക്സ് ലെൻസിൻ്റെ ലാസ്റ്റത്തെ ഇമേജ് ഫോർമേഷനിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഒപ്റ്റിക് സെൻറ്ററിനും ഫോക്കസിനും ഇടയ്ക്ക് വയ്ക്കാൻ പോകണം ഒബ്ജക്റ്റ്. നോക്കാം. ഒരു ലൈറ്റർ ഇങ്ങനെ വന്നു, പാരലായിട്ട് വന്നു, ഇതിൽ കൂടെ പോവും, ഫോക്കസിൽ കൂടെ പോവും. രണ്ടാമത്തെ ലൈറ്റർ ഒപ്റ്റിക് സെൻറ്ററിനകത്തൂടെ വന്നു, ഇത് പാരലായിട്ട് പോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ട് മുമ്പത്തെ കേസ് പോലല്ല. ഇവിടെ താണ്ടി ഈ ലൈറ്ററിൽ പോകുന്നത് ഇങ്ങനെ അകന്നിട്ടാണല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് നോക്കുന്നത് ഇവരെല്ലാം ഇങ്ങനെ പിടിക്കുകയാണ്, അകന്നിട്ടാണ്. ഇത് നമ്മളിങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വരുന്ന പോലെ തോന്നുന്നില്ലേ? ഏതോ ഒരു പോയിന്റിലേക്ക് അടുത്ത് വരുന്നതായിട്ട് തോന്നുന്നില്ലേ? നമുക്ക് നോക്കാം, ഇതിങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഈ ലൈറ്ററിൽ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ പോയിന്റ് വെച്ച് ഇവർ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇതുപോലെ തന്നെ ഇമാജിനറി ലൈൻ വരയ്ക്കുന്നു, IM എന്ന് പേര് കൊടുക്കുന്നു, ആരോ മാർക്ക് മുകളിലേക്ക് കൊടുക്കാവും. ഇനി നോക്കണം, ഈ ഇമേജിൻ്റെ പ്രത്യേകത റിയൽ അല്ല. യഥാർത്ഥത്തിലുണ്ടോ? നമ്മൾ സങ്കല്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെർച്വലാണ്. വെർച്വലിൻ്റെ കൂടെ അടുത്ത ടൈം എന്തുവരും? ഇറക്റ്റാണ്, നിവർന്ന് നിൽക്കുകയാണ്. പ്രിൻസിപ്പൽ ആക്സിന് മുകളിലായതുകൊണ്ട് അത് നിവർന്ന് നിൽക്കുകയാണ്. അപ്പോൾ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ എനിക്ക് 2F1-ന് ഇടയ്ക്കായിട്ട് കിട്ടി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഒരേ സൈഡിൽ വരണമെന്നുള്ളൂ. അപ്പോൾ ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. അതുപോലെ എൻലാർജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ മാഗ്നിഫൈഡ്, ഹൈലി മാഗ്നിഫൈഡ് എന്നൊക്കെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ റേ ഡയഗ്രാം പഠിക്കാം. രണ്ടെണ്ണേ ഉള്ളൂ, നോക്കാം. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഫസ്റ്റിലെ ഇൻഫിനിറ്റിയിൽ വയ്ക്കുന്നു. എല്ലാ കേസിലും പോലെ തന്നെ ഇൻഫിനിറ്റി, അതായത് ദൂരോട്ട് മാറ്റി വയ്ക്കുന്നു. ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് വെക്കണം നിർബന്ധമൊന്നുമില്ല, വെച്ച് നോക്കാം. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചു. ഇവിടുന്ന് ഞാൻ പറഞ്ഞ് തുടക്കത്തിൽ വരുമ്പോൾ കുറച്ച് ഡോട്ടഡ് ലൈനൊക്കെ വരച്ച് വേണം. പിന്നീട് നമ്മൾ കംപ്ലീറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ലൈൻ വരച്ചു. ഇതെങ്ങോട്ട് പോകും? റിഫ്രാക്ഷൻ നടന്ന് അങ്ങോട്ട് ഡൈവേർജ് ചെയ്ത് പോകും. ഫോക്കസിൽ നിന്ന് വരുന്ന രീതിയിലായിരിക്കും പോകുന്നത്. ഇവിടെ അത് തന്നെ സംഭവിക്കും, ഡൈവേർജ് ചെയ്ത് പോകും. എവിടെ നിന്ന് വരുന്നതായിട്ടാണ്? ഫോക്കസിൽ നിന്ന് വരുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ടാണ്, ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വരുന്നതായിട്ടായിരിക്കും ഈ രണ്ട് ലൈറ്റേഴ്സും തോന്നുന്നത്.
അതുകൊണ്ട് തന്നെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? ഫോക്കസിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതും വെർച്വൽ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ആണുള്ള കാരണം എന്താ? യഥാർത്ഥത്തിൽ ഈ രണ്ട് ലൈറ്റ് റേസ് ഇല്ല, നമ്മൾ സങ്കല്പിച്ച് വരച്ചാണ്. അതുകൊണ്ട് തന്നെ വെർച്വലായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് തന്നെ ആയിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെ ഒരു ഇമേജ്? അറ്റ് ഫോക്കസ് അല്ലെങ്കിൽ അറ്റ് F1 ആയിരിക്കും. അപ്പുറത്തെ പോലെ നമ്മൾ കോൺവെക്സിനകത്തെ കൂട്ട് F2 സൈഡിലല്ല വരുന്നത്, F1 സൈഡ്, സെയിം സൈഡിൽ തന്നെയാണ്, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡിമിനിഷ്ഡ് ആണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ നോക്കാം. ഇവിടെ നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ കൂട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് പറയുന്നില്ല, എവിടെ വേണമെങ്കിലും വെക്കാം. ഒബ്ജക്റ്റ് എനിവെയർ ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് എവിടെയെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് നോക്കാം. കാരണം എവിടെ വെച്ചാലും ഒരേ സ്ഥലത്തായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം. എനിക്ക് ഇഷ്ടമുള്ളൊരു പോയിന്റ് ഞാനിവിടെ വെക്കാൻ പോകണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കും വെക്കാം. ഒബ്ജക്റ്റ് വെച്ചു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ലൈറ്റ് റേ പോയി, ഡൈവേർജ് ചെയ്ത് പോയി. ഇത് ഫോക്കസിൽ നിന്ന് വരുന്ന രീതിയിലാണ് ഡൈവേർജ് ചെയ്ത് പോയത്. രണ്ടാമത്തത് ഒപ്റ്റിക് സെൻറ്ററിനകത്തൂടെ പോയി അതിങ്ങനെ തന്നെ കടന്നുപോയി. ഓക്കെ, ഡീവിയേഷൻ ഒന്നും സംഭവിച്ചില്ല. എവിടെ വെച്ചാണ് കൂട്ടിമുട്ടിയത്? പിക്കും എഫിനും ഇടയ്ക്ക് വെച്ചിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലാണ്. അതുകൊണ്ട് ഞാൻ ആരോ മാർക്ക് മുകളിലേക്ക് കൊടുത്തു. ഇവിടെ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടിയോ? ഈ നോക്ക്, ഈ ലൈറ്റ് റേ ഇമാജിനറി ആണ്, ഈ ലൈറ്റ് റേ റിയലുമാണ്. ശരി, യഥാർത്ഥത്തിലുള്ള രണ്ട് ലൈറ്റ് റേകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ മാത്രമേ അവിടെ ഇമേജ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ നമ്മളെന്തിനും ചുരുക്കി പറഞ്ഞാൽ എങ്ങനത്തെയാണ് വരച്ചത്? വെർച്വൽ ഇമേജാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും എവിടെ ആയിരിക്കും ഇതിൻ്റെ പൊസിഷൻ? ബിറ്റ്വീൻ പി ആൻഡ് എഫ്. എഫിനും പിക്കും ഇടയ്ക്കായിരിക്കും. ഇൻഫിനിറ്റിയുടെ കേസ് ഒഴികെ ബാക്കി എവിടെ വെച്ചാലും, ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ശരി, ഇമേജ് എവിടെ വരും? ബിറ്റ്വീൻ F1 ആൻഡ് പി, അല്ലെങ്കിൽ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ആയിരിക്കും. അതുപോലെ ഡിമിനിഷ്ഡും ആയിരിക്കും. അടുത്തത് നമുക്ക് റേ ഡയഗ്രാംസ് കഴിഞ്ഞ് ഇതിനകത്ത് പഠിക്കാനുള്ളത് ലെൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ ലെൻസ് ഫോമുലയാണ്. മിറർ ഫോമുലയായിട്ട് ചെറിയ വ്യത്യാസമുള്ള ലെൻസ് ഫോമുല അല്ലെങ്കിൽ ലെൻസ് ഇക്വേഷനകത്ത് ചെറിയ വ്യത്യാസം എന്താണെന്ന് നോക്കാം. 1/f is equal to 1/v minus 1/u. 1/v minus 1/u. പലർക്കും സംശയം ഉണ്ടാവും, എപ്പോഴും കൺഫ്യൂഷനാണ്, സംശയമല്ല, കൺഫ്യൂഷനാകുന്നൊരു സാധനം. നമ്മൾ പ്ലസും മൈനസ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മിറർ ഇക്വേഷൻ പറഞ്ഞായിരുന്നു. നമ്മൾ പ്ലസൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് മിററിനെ പ്ലസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഓർത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ അന്നേരം തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും, മറ്റേതിന് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നെഗറ്റീവ് ആയിരിക്കും. സംശയം വരുന്നത് അവിടെ അല്ല, 1/v minus 1/u ആണോ 1/u minus 1/v ആണോ എന്നുള്ളതാണ് പലർക്കും സംശയം വരുന്നത്. അതിന് ഓർത്ത് വയ്ക്കാം, വലുത് എന്ന് ഓർത്താൽ മതി. വി ഫോർ വലുത്, വലുതിൽ നിന്ന് ചെറുതല്ലേ നമ്മളെപ്പോഴും കുറയ്ക്കത്തുള്ളൂ. അപ്പോൾ 1/v minus 1/u ആയിരിക്കും 1/f എന്ന് പറയുന്നത്. പിന്നീട് എഫ് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. എന്തായാലും ഒറ്റ അടിക്ക് ഈ ഒരു ഇക്വേഷൻ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു ഇക്വേഷനാണ് മാഗ്നിഫിക്കേഷൻ. m is equal to v/u ആണ്. അതുപോലെ m കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷനുണ്ട്, hi/ho. എന്താണ് വിയും യുവും ഒക്കെ? വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്, യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതുപോലെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് ഇമേജ് ഡിസ്റ്റൻസ്. ഇനി HIയും HOയും എന്താണ്? HI എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ്, HO എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ വെറും v/u, മിററിൻ്റെ കേസിൽ -v/u. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇക്വേഷന് മെയിൻ ഇക്വേഷനിൽ ഇവിടെ നമ്മൾ ലെൻസ് ഇക്വേഷൻ പറഞ്ഞു, ലെൻസ് ഇക്വേഷനകത്ത് ഒരു മൈനസ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ വരുന്നിടത്ത് എന്ത് വരത്തില്ല? മൈനസ് വരത്തില്ല. മിററിനകത്താണെങ്കിൽ മെയിൻ ഇക്വേഷനിൽ ഒരു പ്ലസ് ആയിരുന്നുകൊണ്ട് മാഗ്നിഫിക്കേഷൻ വന്നപ്പം മൈനസ്. പക്ഷേ യാതൊരു സിമ്പിൾ ചേഞ്ച് അല്ല, സൈൻ ചേഞ്ച് ഇല്ല കിടക്കുന്ന hi/ho എന്നുള്ള ഇക്വേഷൻ രണ്ടിടത്ത് സെയിം ആണ്. അപ്പോൾ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ. അതുകൊണ്ടാണ് hi/ho എന്ന് പറഞ്ഞത്. ഈ മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ ഇമേജും ഒബ്ജക്റ്റും ഒരേ വലിപ്പമായിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ, മൈനസോ പ്ലസോ ആയിക്കോട്ടെ, വാല്യൂ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ വലുതായിരിക്കും. അതുപോലെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഇമേജും ചെറുതായിരിക്കും, ആരേക്കാൾ? ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും.
ഇനി മാഗ്നിഫിക്കേഷൻ മൈനസ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പ്ലസ് ആണെങ്കിൽ വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇത്രയും മാത്രം മാഗ്നിഫിക്കേഷനകത്തൊന്ന് പഠിച്ചാൽ മതി. മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ -1 എന്ന വാല്യൂ തരാൻ പറ്റുന്ന ലെൻസ് ഏതാണ്? മാഗ്നിഫിക്കേഷൻ -1 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചോണം, മൈനസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയുമ്പോൾ തന്നെ ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് ഏതാണ്ട് ഒരു ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയാൻ സാധനമാണ് പവർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ പവർ, നമ്മൾ ഇലക്ട്രിക് പവറൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെൻസിൻ്റെ പവറാണ് പഠിക്കാൻ പോകുന്നത്. ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, P = 1/f. P = 1/f എന്ന് പറയുന്ന ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്തും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മളെപ്പോഴും തെറ്റിക്കുന്നൊരു കാര്യമാണ്. പവർ ഓഫ് എ ലെൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. അതിൻ്റെ കൂടുതൽ വാചകം കൊണ്ടുണ്ട് ഇൻ മീറ്റർ. ഫോക്കൽ ലെങ്ത് എങ്ങനെ ആയിരിക്കണം? മീറ്ററിലായിരിക്കണം. ഇപ്പോൾ അവർ പറയുന്നു 100 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ളൊരു ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 1/100 എടുക്കരുത്. 100 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണ്? 1 അല്ലേ? അപ്പോൾ അങ്ങനെ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കി മാറ്റണം. എങ്ങനെ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കുന്നത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം പവർ കണ്ടുപിടിക്കാൻ പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. മീറ്ററിലുള്ള ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/a വാല്യൂ ആണ് പവർ ഓഫ് എ ലെൻസ്. ഇനി പവർ ഓഫ് എ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ യൂണിറ്റ് പഠിക്കണം. ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം വലിയ അക്ഷരം D ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ D ആണ്. ഡയോപ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ക്യാപിറ്റൽ D ആണ്. പവർ ഓഫ് എ ലെൻസിൻ്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് വാട്ടായിരുന്നെങ്കിൽ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ്. തിരിഞ്ഞു പോരുത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം, അതുകൂടെ ആകുമ്പോൾ ചാപ്റ്റർ തീരും. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാടൊന്നും പഠിക്കാനില്ല. നമുക്ക് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിന് കാരണം എന്താ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ തിളങ്ങാനുള്ള കാരണം, തിളങ്ങുന്നതായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്ഷനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റ് റേ, സ്റ്റാറിനകത്തു നിന്ന് വരുന്ന ലൈറ്റ്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന സാധനമാണ്. അത്ര സെലസ്റ്റിയൽ ബോഡികളാണ്. അപ്പോൾ അവിടുന്ന് ലൈറ്റ് റേ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നതിനിടയ്ക്ക് വെച്ച് ഒരുപാട് അറ്റ്മോസ്ഫിയറിക് ലെയറുകൾ കടന്നു വരണം. ഒരുപാട് ലെയറുകൾ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്രാക്ഷൻ്റെ അളവിനും വ്യത്യാസം വരും. റിഫ്രാക്ഷൻ നടക്കുമല്ലോ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ റിഫ്രാക്ഷൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പലതവണ ഇങ്ങനെ റിഫ്രാക്ഷൻ വരുന്നു. ഓരോ ലൈറ്റ് റേക്കും ഇത് തന്നെ സംഭവിക്കും. ഒറ്റ ലൈറ്റ് റേ അല്ല വരുന്നത്, ഒരുപാട് ലൈറ്റ് റേ വരുന്നുണ്ട്. പല തവണ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈറ്റ് റേസ് എല്ലാം പല പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. ഈ പല പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നതാണ് നമുക്ക് തിളക്കമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യിക്കാം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം.